ജിം ക്യാരി ശരിക്കും ജീവനോടെ ഉണ്ടോ? അടുത്തിടെ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ രൂപമുള്ള ഒരു ക്ലോൺ ആണോ? എന്തുകൊണ്ടാണ് അത് ജിം ക്യാരി അല്ല ക്ലോൺ ആണ്, ജിം ക്യാരിക്ക് എന്തോ സംഭവിച്ചു എന്ന് ആളുകൾ കമന്റ് ചെയ്യുന്നത്? അദ്ദേഹത്തെ ആരപായപ്പെടുത്തി എന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. പ്രധാനമായും തമാശയിൽ കഥ പറയുന്ന സിനിമകളിലൂടെ ലോക സിനിമ പ്രേക്ഷകരെ കയ്യിലെടുത്ത വ്യക്തിയാണ് ജിം ക്യാരി. എന്നാൽ കരിയറിൻ്റെ ഒരു ഘട്ടം മുതൽ ഹോളിവുഡിലെ വ്യവസ്ഥാപിത നിയമങ്ങളെയും ഉള്ളുപൊള്ളയായ സാംസ്കാരിക ബിംബങ്ങളെയും അർത്ഥമില്ലാത്ത പുരസ്കാര നിശകളെയുമെല്ലാം നിശിതം വിമർശിക്കാനും പരിഹസിക്കാനും അദ്ദേഹം ആരംഭിച്ചു. മാത്രമല്ല, ഹോളിവുഡിൻ്റെ ആഡംബരത്തിൻ്റെയും തിളക്കത്തിൻ്റെയും മറവിലുള്ള അങ്ങേയറ്റം വെറുക്കപ്പെടേണ്ട പ്രവൃത്തികളും സിനിമാ ലോകത്തെയും പോപ്പ് കൾച്ചറിനെയും എന്തിനേറെ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഇരുണ്ട ശക്തികളെയും കുറിച്ചുമെല്ലാം പച്ചയായി പൊതുസ്ഥലങ്ങളിൽ വിളിച്ചു പറയാൻ തുടങ്ങി. എപ്സ്റ്റീൻ ഫയൽസ് ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോഴും അനക്കം പോലുമില്ലാതെ ഉറക്കം നടിച്ചു കിടന്ന സെലിബ്രിറ്റികളെ നാം കണ്ടു കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരിടത്ത് ജിം ക്യാരിയെ പോലെ ഒരാൾ ഇങ്ങനെ തങ്ങളുടെ രഹസ്യമായ നിലനിൽപ്പിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നാൽ ആ ദുഷ്ടശക്തികൾ വെറുതെ ഇരിക്കുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങിയ ജിം ക്യാരി കുടുംബത്തോടൊപ്പം വന്ന് 8 മാസം കൊണ്ട് പഠിച്ച ഫ്രഞ്ച് ഭാഷയിൽ ഒരു മനോഹര പ്രസംഗമൊക്കെ കാച്ചി. എങ്കിലും ആരാധകരുടെ ചർച്ച അദ്ദേഹത്തിന്റെ ലുക്കിനെ പറ്റിയും പെരുമാറ്റത്തെക്കുറിച്ചും മാത്രമായിരുന്നു. മുഖം കൂടുതൽ മിനുങ്ങിയിരിക്കുന്നു. പിരികത്തിൻ്റെയും താടിയുടെയും ഒക്കെ സ്ട്രക്ചറും കൃഷ്ണമണിയുടെ നിറവും സംസാര ശൈലിയും മാറിയിരിക്കുന്നു. ശബ്ദത്തിലും നേർത്ത വ്യത്യാസം. ഉടൻ ആരാധകർ ആ മാറ്റത്തെ കൂട്ടിക്കെട്ടിയത് എപ്സ്റ്റീൻ ഫയൽസും ഇലുമിനാറ്റിയും ഒക്കെ ആയിട്ടായിരുന്നു. എന്നാൽ ആ നിഗമനത്തിന് ന്യായമായ കാരണങ്ങൾ നിലവിലുണ്ടോ എന്നതാണ് ചോദ്യം. മുഖത്തിന്റെ ഷേപ്പ് ഇഷ്ടത്തിന് മാറ്റുന്ന ഹോളിവുഡിൽ സർവ്വസാധാരണമായ ബോട്ടോക്സും ഫില്ലറും ഒക്കെ വെച്ച് കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ മാറിപ്പോയ അനേകം താരങ്ങൾ വേറെയുമുണ്ട്. 2022 സിനിമയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ഏകദേശം 4 വർഷത്തോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ സ്വകാര്യ ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം. 4 വർഷം കൊണ്ട് പ്രായസംബന്ധിയായി മനുഷ്യന് മാറ്റങ്ങൾ വരാം. ഫ്രാൻസിൽ പുരസ്കാരം വാങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണ "ഐ വാസ് ലൈക്ക് ഐ ആം ഡെഡ്" എന്ന വാചകമടക്കം പല സൂചനകളും ആരാധകർ ചേർത്ത് വെച്ച് വായിക്കുന്നുണ്ട്. ജിം ക്യാരിയുടെ വേഷത്തിൽ താനാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന വ്യാജേന ഒരാളിട്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലായെങ്കിലും പിന്നീട് വ്യാജമാണെന്നും തെളിഞ്ഞിരുന്നു. എന്തായാലും അവശേഷിക്കുന്ന ചോദ്യങ്ങൾ മറ്റു ചിലതാണ്. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നതല്ല ഒരു മഹത്തായ രാജ്യവും ചെയ്യേണ്ടത് എന്നും ഹോളിവുഡ് എന്നത് രഹസ്യ കേന്ദ്രങ്ങളിലെ ദുഷ്പ്രവർത്തികളിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ആയുധം മാത്രമാണെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞ ജിം ക്യാരി എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നിട്ട് ഇത്രയായിട്ടും പ്രതികരിക്കാത്തത് എന്തുകൊണ്ട്? പൊതുസ്ഥലങ്ങളിലും സിനിമകളിലുമൊക്കെ യാതൊരു ഏച്ചുകെട്ടലോ ചമയങ്ങളോ ഇല്ലാതെ പ്രത്യക്ഷപ്പെടാറുള്ള അദ്ദേഹത്തിന്റെ പുതിയ ലുക്കിന്റെ രഹസ്യം എന്താണ്? ഇത്രയൊക്കെ കോൺസ്പിറസി തിയറികൾ സോഷ്യൽ മീഡിയയിൽ പെരുകുമ്പോഴും അദ്ദേഹം നിശബ്ദനായിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഏതായാലും ആ ചോദ്യങ്ങളെ കണ്ണും പൂട്ടി തള്ളിക്കളയാനും വയ്യ. കാരണം എപ്സ്റ്റീൻ ഫയൽസും വർഷങ്ങളോളം വെറും കോൺസ്പിറസി തിയറി മാത്രമായിരുന്നുവല്ലോ.